ക്രിസ്തീയ ലോകത്തിന്റെ ഒരു അടിസ്ഥാനപരമായ വിശ്വാസമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ചേർന്ന മൂന്ന് ദൈവങ്ങളാണെന്നും ഇത് മൂന്നല്ല, ഇത് മൂന്നും ഒന്നാണ് എന്നുമുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങൾ അവർ ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും അതേപോലെ അവർ സ്വയം വിശ്വസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം ഗുരുതരമായ അപരാധമാണ് ദൈവത്തിന്റെ പേരിൽ ഈ കറ്റുകെട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ചില രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നിഘണ്ടുക്കളിൽ നമുക്ക് പിതാവ് എന്ന പദത്തിന്റെ അർത്ഥം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് സ്ത്രീയിൽ ബീജം ദാനം ചെയ്യുന്ന ആളിനെയാണ് പിതാവ് എന്ന് പറയുന്നത്. ആ ദാനം ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ കർത്തവ്യം അവിടെ തീർന്നു. ഇത് പല ജീവികൾക്കും ഇതേപോലെ പറയുന്നു. അതായത് ചില മുട്ടനാടുകൾ പെണ്ണാടിന്റെ ഗർഭാശയത്തിൽ ബീജം നൽകിക്കഴിഞ്ഞാൽ അതിൽ ജനിക്കുന്ന കുട്ടിക്ക് ആ മുട്ടനാട് പിതാവായി തീരുന്നു. കുട്ടന്മാർ ഇതുപോലെ തന്നെ ബീജം നൽകി അതിൽ കുട്ടി ജനിച്ചാൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഈ കാളക്കുട്ടൻ പിതാവായി തീരുന്നു. പന്നികൾ അതിന്റെ കാമവരെ തീരുന്നതിന് വേണ്ടി മറ്റു പന്നികളുമായി ലൈംഗിക ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന എത്രയോ കുട്ടികൾക്ക് ആ പന്നി ഇതേപോലെ തന്നെ പിതാവായി തീരുന്നു. ഇത് ജീവിവർഗത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ ഈ ബീജം ദാനം ചെയ്യുക അല്ലെങ്കിൽ ബീജം നൽകുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ആ പിതാവിന്റെ കടമ അവിടെ പൂർത്തിയാവുകയാണ്. അങ്ങനെ ബീജം നൽകുന്നതിന് അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടിയെ ജനിപ്പിക്കുന്ന ആ പുരുഷ ജീവിയെയാണ് പിതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് നിഘണ്ടുക്കളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറബ് ഭാഷയിൽ അബുൻ എന്നുള്ള പദത്തിനും ഇതേ അർത്ഥമാണ്. അറബ് ഭാഷയിൽ ഈ പദത്തിന് പല അർത്ഥങ്ങൾ ഇതിന് ലഭിക്കുന്നുണ്ടെങ്കിലും ഏതർത്ഥം എടുത്താലും എല്ലാം ഉദ്ദേശിക്കപ്പെടുന്നത് ഇതേ കാര്യം തന്നെയാണ്. ഇതല്ലാതെ ദൈവത്തെ പോലെ ആ ഗർഭാശയത്തിൽ വെച്ച് അതിനെ രൂപപ്പെടുത്തുകയും മജ്ജയും മാംസവും അസ്ഥിയും ആയി അതിനെ രൂപാന്തരപ്പെടുത്തി മനുഷ്യരൂപത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സൃഷ്ടാവിനെ കുറിച്ച് ഒരിക്കലും തന്നെ പിതാവ് എന്ന പദം ഉപയോഗിക്കാറില്ല. പിതാവ് എന്ന് ഉപയോഗിക്കുന്നത് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അതിൽ ഉണ്ടാകുന്ന കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ജന്മം നൽകുന്ന ആളിനെ മാത്രമാണ് ഇവിടെ പിതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവം ഒരിക്കലും മറിയമിൽ ഇതേപോലെ ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയെ ജനിപ്പിച്ചതല്ല, അങ്ങനെയല്ല യേശു ജനിക്കപ്പെട്ടത് എന്ന് നമുക്ക് വ്യക്തമായി അറിയുന്നതാണ്. കാരണം ദൈവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അവൻ സൃഷ്ടിക്കുക എന്നാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ദൈവത്തെക്കുറിച്ച് സൃഷ്ടികർത്താവായ ദൈവത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് അവൻ റബ്ബുൽ ആലമീൻ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം. റബ്ബ് എന്ന് പറയുന്നത് പൊടുന്നനെ ഏതെങ്കിലും ഒരു വസ്തുവിന് പൊടുന്നനെ സൃഷ്ടിച്ച് പടുമരമാക്കി തീർക്കുന്ന സ്വഭാവമല്ല, ആ ഗുണമല്ല ദൈവത്തിനുള്ളത് എന്നും, മറിച്ച് ഏറ്റവും നിസാരമായ അതിന്റെ തുടക്കത്തിന്റെ അവസ്ഥയിൽ നിന്ന് അതിനെ ഒരു പടുമരം പോലെ അതിന്റെ ആ ലക്ഷ്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും കൂടിയാണ്. അതിനെ കാലാന്തരങ്ങളിൽ ഘട്ടം ഘട്ടമായി അതിനെ വളർത്തിക്കൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിക്കുന്നവനാണ് ഇവിടെ റബ്ബ് എന്ന ഗുണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ അവൻ റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ നമുക്ക് മനസ്സിലായതും മനസ്സിലാക്കാത്തതുമായ എല്ലാ ലോകങ്ങളുടെയും എല്ലാ വസ്തുക്കളെയും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ച് പരിപാലിച്ച് അതിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന സൃഷ്ടികർത്താവിനെയാണ് ഇവിടെ റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൃഷ്ടികർത്താവായിരിക്കെ ദൈവം മനുഷ്യനെ ഇതേപോലെ മനുഷ്യന് വസിക്കാനുള്ള സാഹചര്യം ഭൂമിയിൽ ഉണ്ടായ കാലം മുതൽ മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിരിക്കെ പൊടുന്നനെ ഒരു കാലഘട്ടത്തിൽ യേശുവിന് ദൈവം നേരിട്ട് വന്ന് ജന്മം നൽകി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേരിൽ അപരാധം പറച്ചിലാണ്. ദൈവത്തിന്റെ ഗുണങ്ങളിൽ ഇത് പെട്ടതല്ല. ഇത്തരം കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് ഒരിക്കലും ഉരിയാടാൻ പാടുള്ളതല്ല എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ ലോകത്തിന് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
എന്നാൽ പഴയ നിയമ കാലഘട്ടം മുതൽ തന്നെ ബൈബിളിൽ ഇതുപോലെ പിതാവ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. ഇസ്രായേൽ എന്റെ പുത്രൻ തന്നെ, ഞാൻ അവന് പിതാവായിരിക്കും എന്ന് പുറപ്പാടിന്റെ 4:22 അതേപോലെ ഞാൻ ശലോമോന് പിതാവും അവൻ എന്റെ ഏകജാതനുമാണ് എന്ന് ശാമുവേലിന്റെ 7:14 ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എന്റെ ആദ്യജാതനുമാണെന്ന് യെരമ്യാവിന്റെ 31:9 പിതാവ് എന്നുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ ബൈബിളിന്റെ പഴയ നിയമങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയെല്ലാം ഇസ്രായേൽ പിന്നെ അതുപോലെ ശലോമോന് ഇങ്ങനെയുള്ളതൊക്കെ ദൈവത്തിന്റെ ജഡികമായ സന്താനങ്ങളാണ് എന്ന് ക്രിസ്തീയ ലോകം വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഇത് പഴയ യേശുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ ഇതേപോലെ ദൈവം പിതാവ് എന്നും പുത്രൻ എന്നും പറയുന്ന ഒരു ആലങ്കാരിക സ്വഭാവം ദൈവത്തിനുണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ യേശു അവതരിക്കുന്നതിന് മുമ്പ് ജഡികമായ സന്താനങ്ങൾ ഒന്നും തന്നെ ദൈവത്തിനുണ്ടായിരുന്നില്ല എന്നും ഇവർ വിശ്വസിക്കുന്നു. അങ്ങനെയിരിക്കെ അതേ ബൈബിളിന്റെ പഴയ നിയമത്തെ നിവൃത്തി വരുത്തിപ്പാൻ വന്ന യേശു ബൈബിളിന്റെ പാഠമനുസരിച്ച് തന്നെയാണ് ഇവിടെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഇല്ലാത്ത കുറെ കഥകൾ അദ്ദേഹത്തിന്റെ പേരിൽ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൽ തന്നെ ദൈവത്വം ആരോപിക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞവരാരും തന്നെ ദൈവത്തിന്റെ ജഡികമായ സന്താനങ്ങളല്ല, മറിച്ച് ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന്റെ ഗുണം നടപ്പിലാക്കിക്കൊണ്ടും ജീവിക്കുന്ന ആ അവസ്ഥയിലുള്ള ആളുകളെ ദൈവം അവന്റെ പുത്രനെന്നും ആ പുത്രന്മാരുടെ പിതാവ് ദൈവമെന്നുമുള്ള ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ പുതിയ നിയമം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഇതേപോലെ വായിക്കാൻ സാധിക്കും. ഞാൻ എഴുതുന്നത്, എന്നാൽ തന്റെ കൈകൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആവാനുള്ള അവകാശം അവൻ കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1:12. അതായത് ഈ പറയപ്പെടുന്നത് പോലെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ ദൈവമക്കളാകാനുള്ള അവകാശം അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, അവന് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മൽക്കീസേദെക്ക് രാജാവിന് ആദ്യവുമില്ല അവസാനവുമില്ല, വംശാവലി ഒന്നും തന്നെ ഇല്ല, അവന് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ദൈവവും ദൈവത്തിന്റെ പുത്രനും പിതാവും പുത്രനും എന്നുള്ളത് ജഡികമായിട്ടുള്ളതല്ല എന്നും, ജഡികമായി അതിനെ പറയുകയാണെങ്കിൽ അത്തരം ജീവികൾ മറ്റ് മൃഗങ്ങളും ഇവിടെ പന്നികളും പിന്നെ കാളക്കുട്ടന്മാരും പിന്നെ കുട്ടന്മാരും ഒക്കെ ഇതേപോലെ പിതാക്കന്മാരാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതേപോലെ ഒരു ബീജം ദാനം നൽകുന്നവനല്ല ദൈവമെന്നും, മറിച്ച് ദൈവം സൃഷ്ടിക്കുന്നവനാണെന്നും, അങ്ങനെ സൃഷ്ടിച്ച പലരെയും ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും നമുക്ക് ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ജഡികമായി ദൈവത്തിന്റെ പുത്രൻ എന്ന് ആരെക്കുറിച്ചും പറയാൻ പാടില്ല. ദൈവത്തിന് യഥാർത്ഥത്തിൽ പിതാവ് എന്ന് ഈ ഒരു അർത്ഥത്തിലും പറയാൻ പാടില്ല. ഇതേപോലെ ക്രിസ്തീയ സഹോദരന്മാർ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ദാസന്മാർ അഥവാ അടിമകൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും എന്നാൽ ബൈബിളിൽ പുത്രന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ജഡികമായി സന്താനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേരിൽ അപരാധം പറച്ചിലാണ്, കറ്റുകെട്ടി പറച്ചിലാണ് എന്ന് ഞാനിവിടെ പറയുകയുണ്ടായി. എന്നാൽ ദൈവത്തിന്റെ ദാസനായി തീരുക, അതുകൊണ്ടാണല്ലോ ക്രിസ്തു മതത്തിൽ തന്നെ ദൈവദാസികൾ എന്ന് പറയുന്നത്. എന്തിനാണ് ദൈവദാസികൾ എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ ദാസിപ്പണി ചെയ്യുന്നവരെന്നല്ലേ. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാരോ മറ്റു പുരുഷന്മാരോ ഉണ്ടെങ്കിൽ അവർ ദൈവദാസന്മാരുമല്ലേ, ദൈവത്തിന്റെ അടിമപ്പണി ചെയ്യുന്നവരല്ലേ. അപ്പോൾ അത് ബൈബിളിലും പറഞ്ഞിട്ടുള്ളതാണ്, ക്രിസ്തീയ ലോകം വിശ്വസിക്കുന്നതുമാണ്. പക്ഷെ ഇവിടെ മുസ്ലിമീങ്ങളെ പിന്നെ വിമർശിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ അടിമകൾ എന്ന് ദാസന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. തീർച്ചയായും അതായത് ദൈവം എന്താണോ മനുഷ്യനെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, മനുഷ്യനിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ മുന്നേറുന്ന ആളുകളെ
ദൈവിക ഗുണങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് ആലങ്കാരികതയുടെ ഭാഷയിൽ അവർ ദൈവപുത്രന്മാരായിത്തീരുന്നു. അപ്പോൾ അങ്ങനെ മനുഷ്യനൊരു അവസരം ദൈവം നൽകിക്കൊണ്ട് ആ ദൈവത്തിന്റെ ഗുണങ്ങൾ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ്, ദൈവത്തെ അനുസരിക്കുകയും അവൻ പറഞ്ഞ ജോലി ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ജോലി ചെയ്യുന്നവനെ ആരായിരുന്നാലും അവരെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത് ദൈവം അദ്ദേഹത്തിന്റെ മാതാവിൽ ബീജം ദാനം ചെയ്തത് കൊണ്ട് വിളിക്കുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഗുണങ്ങളിലും അനുസരണയിലും വിനയത്തിലും അദ്ദേഹം ദൈവത്തിന്റെ ഗുണങ്ങൾ നടപ്പിലാക്കുന്നത് കൊണ്ട് മാത്രം വിളിക്കപ്പെടുന്നതാണ്. ഇതുപോലെ തന്നെയാണ് യേശുവും ഒരിക്കലും ജഡികമായി ദൈവത്തിന്റെ പുത്രനായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഈ ദൈവിക ഗുണങ്ങൾ നടപ്പിലാക്കി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അദ്ദേഹം ദൈവത്തിന്റെ പുത്രനായി തീർന്നിട്ടുള്ളത്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നവനാണെന്നും ദൈവം ജന്മം നൽകുന്നവനല്ലെന്നും വിശുദ്ധ ഖുർആൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹു ഒരു സഹധർമ്മിണിയെയും പുത്രനെയും സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ ഗുരുതരമായ അപവാദമാണ് അള്ളാഹുവിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കോ അവരുടെ പൂർവികർക്കോ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, കള്ളമല്ലാതെ അവർ പറയുന്നില്ല. ഇതേപോലെ അള്ളാഹു പറയുന്നു, ഈ ക്രിസ്തീയ ലോകം പറയുന്നത് കളവാണ്, അവർക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അവർ ഊഹത്തെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് എന്ന്. അതേ വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സമദ്, ഏവർക്കും അവനിലാണ് ആശ്രയം, അഭയകേന്ദ്രമാണ് അവൻ. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവൻ ആരുടെയും സന്തതിയായി ജനിച്ചവനുമല്ല. അവൻ ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചവനാണെങ്കിൽ തീർച്ചയായിട്ടും അവനും ജന്മം നൽകുന്നവനായിരിക്കും. എന്നാൽ ആ ദൈവത്തിന്റെ ഗുണം എന്ന് പറയുന്നത് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒന്നും തന്നെയില്ല. അതായത് പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്ത് ഉദാഹരിച്ചുകൊണ്ട് ദൈവം, സൂര്യൻ അവിടെ ഇരിക്കുന്നു, പ്രകാശം ഇവിടെ വരുന്നു, ഇങ്ങനെയൊക്കെ ഉദാഹരിച്ച് പറയുന്നതിന് ഇതൊന്നുമല്ല ദൈവത്തിന്റെ ഗുണങ്ങൾ. ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയും ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവൻ പരിധിയും പരിമിതിയും ഇല്ലാത്തവനും പ്രപഞ്ചമാകെ ആസകലം അവന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതും ആയ ഒരു സത്തയാണ് ദൈവം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഗുരുതരമായ ഈ അപവാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് യഥാർത്ഥമായ ദൈവത്തെ മനസ്സിലാക്കണം എന്നാണ് ഈ ക്രിസ്തീയ ലോകത്തോട് എനിക്ക് വിനീതമായി പറയാനുള്ളത്.